നമ്മൾക്ക് വെയിറ്റ് കൂടിയവരുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂട്രിചാർജ് S&F, സ്ലിം ആൻഡ് ഫിറ്റ്, സ്റ്റേ സ്ലിം ആൻഡ് ഫിറ്റ്. അതാണ് പേരിനകത്ത് തന്നെ S&F എന്നുണ്ട്, സ്ലിം ആൻഡ് ഫിറ്റ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നേരത്തെ സംസാരിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ. എന്താണ് ഫാറ്റി ബോഡി, എന്തുകൊണ്ടാണ് ഫാറ്റ് കൂടുന്നത്, ശരീരത്തിന്റെ വെയിറ്റ് എന്താണ്? ഇത് ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങൾ: ശരീരത്തിലെ കൊഴുപ്പ്, ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം, എല്ലിന്റെ തൂക്കം, മസിലിന്റെ തൂക്കം, ഇത്രയും കൂടുന്നതാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. നോക്ക് ഫാറ്റ് എവിടെയാണ് കൂടിയിരിക്കുന്നതെന്ന്. കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞാൽ അൺഹെൽതി ഈറ്റിംഗ് ഹാബിറ്റ്. തോന്നിയതുപോലെ തിന്നുക, പ്രത്യേകിച്ച് ഒരു സമയനിഷ്ഠമില്ല, ഇന്നത് കഴിക്കാവൂ, ഇന്നതിന്റെ കൂടെ ഇന്നത് പാടുള്ളൂ, മീൻസ് ഒന്നും നോക്കാതെയുള്ള ഭക്ഷണ രീതി. ഇത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. സെഡന്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല, ഇരുന്നിടത്തിരിക, തിന്നുക, വയറ് വിശക്കുമ്പോൾ തിന്നുക, വീണ്ടും എക്സസൈസ് ആയിട്ട് അതിനെ ഉള്ളിലെടുക്കുന്ന ഭക്ഷണം ദഹിച്ച് അത് ഷുഗർ ആയിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ കൺവേർട്ട് ചെയ്യുന്ന എനർജിയെ ബേൺ ഔട്ട് ചെയ്യാൻ തക്ക മൂവ്മെന്റ് ഇല്ലാത്ത ശരീരം, അതാണ് സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമമില്ലായ്മ, കൂടുതലും നമ്മൾ സ്റ്റെയർ കയറത്തില്ല, കൂടുതലും നടക്കത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വണ്ടി, ജോലി സ്ഥലത്ത് വരെ വണ്ടിയെ പോകുന്നു, വണ്ടിയെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലിഫ്റ്റ് പിടിക്കുന്നു, 4ാമത്തെ നിലയിൽ കയറുന്നു. ഇവിടെ ഒന്നും നമ്മൾ അധികമായിട്ട് എഫേർട്ട് എടുത്ത് നമ്മൾ നടക്കുന്നില്ല. അഥവാ നടക്കാൻ കിട്ടുന്ന അവസരം അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പകരം നമുക്ക് നടക്കാൻ സമയമില്ല എന്നുള്ളൊരു കംപ്ലൈന്റിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്, ജോലിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് പലരും തിന്നു തോപ്പിക്കും. ഞാനും അങ്ങനെയാണ്. തിന്നു തോപ്പിക്കുന്ന സ്ട്രെസ്സുകൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. തിരിച്ചറിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ല. തിന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം തോന്നും, ചിലർ ഉറങ്ങി തീർക്കും, ചിലർ കഴിച്ചു തീർക്കും. ഇതൊക്കെ ശരീരത്തിൽ എക്സ്ട്രാ എനർജി ആണെന്ന് മനസ്സിലാക്കുക. ക്രാഷ് ഡയറ്റ്, ഇന്നു മുതൽ ഞാൻ ഫുൾ ഡയറ്റിലാണ്, ഇനി മുതൽ ഞാൻ വളരെ കൺട്രോൾഡ് ആയിട്ട് പോകും. ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന എനർജി മുഴുവൻ, അല്ലെ ഒരു നേരത്തേക്ക് വേണ്ടുന്ന സർവ്വ എനർജിയും ഈ ഒരു ക്യാപ്സൂളിലുണ്ട് എന്ന് വിചാരിച്ചിരുന്നാൽ അതൊരു ക്രാഷ് ഡയറ്റ് ആണ്. അതൊരിക്കലും ചെയ്യരുത്, ഏറ്റവും വലിയ തെറ്റാണ്. വെയിറ്റ് മാനേജ്മെന്റിൽ ഏറ്റവും വലിയ തെറ്റാണ് ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കും, അത് ബൗൺസിങ് എഫക്റ്റ് വളരെ കൂടുതലാണ്. പോയതിനേക്കാൾ വേഗത്തിൽ അത് തിരിച്ചു വരും. ബിക്കോസ് അത് ചെയ്തത് സയന്റിഫിക് ആയിട്ടല്ല, ഗൈഡൻസോട് കൂടിയല്ല, ആവശ്യത്തിന് മസിൽ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഫാറ്റ് പോയതിനേക്കാൾ സ്പീഡിൽ മസിൽ പോയിട്ടുണ്ടാവും. അവസാനം റിസൾട്ട് എന്ന് പറയുന്നത് സൗന്ദര്യമില്ലാത്ത ഒരു ബോഡി, ശരിക്കും ആത്മഹത്യ ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരു ബോഡി ഫിഗറിലേക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൊഴുപ്പ് പോകുന്ന കൂട്ടത്തിൽ ശരീരത്തിൽ നിന്ന് മസിലും കൂടെ നഷ്ടപ്പെടുമ്പോൾ എല്ലും തൊലിയും മാത്രമാകും. ഇനി ആ തൊലി സാഗ് ചെയ്ത് തൂങ്ങിക്കിടക്കുന്ന ഞൊറിവുകളുള്ള തൊലിയും ഒരു ചെറിയ പ്രായത്തിലുള്ള ആളുമാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കോ. അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരാളെ ട്രീറ്റ് ചെയ്യാനായിട്ട് എവിടുന്നോ ട്രിവാൻഡ്രത്തു നിന്ന് എങ്ങാണ്ട് വന്നതാണ്. എയർ ഹോസ്റ്റസ് ആയിരുന്നു. പോസ്റ്റ് പാർട്ടം, അതായത് ഡെലിവറിക്ക് ശേഷം കൂടിയ വെയിറ്റിനെ ക്രാഷ് ഡയറ്റിലൂടെ അവർ കുറച്ചു. അതിന്റെ തിക്തഫലം ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, മുഴുവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറഗുലർ ഈറ്റിംഗ് ഹാബിറ്റ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ വെറുതെ അങ്ങ് കഴിക്കുക, ഒരു ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡായിട്ട് കഴിച്ചിട്ട് പോന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് വയറ് സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ ശരീരത്തിന് ഒരു നീടുമില്ല, വെള്ളം കുടിക്കാനും നീടില്ല, ചായ കുടിക്കാനും നീടില്ല, ഒരു ബൈറ്റ് ആഹാരം കഴിക്കാനും നീടൊന്നുമില്ല ശരീരത്തിൽ. പക്ഷേ മുമ്പിൽ വന്ന ആള് നമ്മളോട് പ്രലോഭിക്കും, സാരയില്ലെന്ന് ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു സാധനം, ഇച്ചിരി ചായ കുടിച്ചാൽ മതി, അല്പം കഴിച്ചാൽ മതി. ആ പ്രലോഭനത്തില് ആ ഒരു കൂട്ടുകെട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷൻ ഹാപ്പി മൊമെന്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അധികപ്പറ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ് ഓർ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറങ്ങാതെ ഇരുന്ന് കമ്പ്യൂട്ടർ നോക്കിയും ഉറങ്ങാതെ ഇരുന്നോ കിടന്നോ റീൽസ് നോക്കിയും മൊബൈലിൽ ജോലി ചെയ്തും ഇരിക്കുന്ന സമയത്ത് ഏളി ഡിന്നർ കഴിഞ്ഞ ഒരാളാണെന്ന് ഓർക്കുക. ഒരു 7-7:30 ആയപ്പോൾ ഡിന്നർ കഴിഞ്ഞ ഒരാൾ 11 മണി വരെ ഇങ്ങനെ ഇരുന്നാൽ, ഉറക്കം തെളിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും വിശപ്പ് തോന്നും. അപ്പോൾ അന്നേരം ഒന്ന് കഴിക്കാൻ തോന്നും. ആക്ച്വലി ബോഡിയുടെ ഹീലിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ
ചെറിയതായിട്ട് സ്നാക്സ്, ഒരു പഴമല്ലേ ഉള്ളൂ, ഒരു ബിസ്ക്കറ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ടോട്ടൽ ശരീരത്തിന്റെ അന്നത്തെ ഹീലിംഗ് പ്രോസസ്സ് മുഴുവൻ സ്റ്റക്ക് ആക്കാൻ പര്യാപ്തമാണ്. അതുപോലെ തന്നെ കാലറി, അധിക കാലറി എടുക്കുന്നത്. കാലറി എന്ന് പറയുന്നത് ശരിക്കും എനർജിയുടെ ഒരു എനർജി അളക്കുന്ന ഒരു അളവാണത്. ആ കാലറി നോക്കി നമ്മൾ ഫുഡ് കഴിക്കും. നമ്മളിപ്പോ ഇത് രണ്ടും 188 കാലറി എന്ന് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഷുഗറാണ്, ഒന്ന് ബദാമാണ്. അപ്പൊ നമ്മൾ ഒരു ആഹാരം കഴിച്ചതിന് ശേഷം പൊതുവേ ഉള്ളൊരു ശീലമാണ് ഒരു മീല് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മധുരം കഴിക്കുക, ഒരു പഴം കഴിക്കുക. ഇല്ലേ, നമ്മളൊരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കഴിക്കുന്ന പായസം അത് എക്സ്ട്രാ ആണ് ശരിക്കും. നമ്മുടെ നോർമൽ ഒരു മീലിൽ ഒരു 600, 400, 500, 600 കാലറി മാത്രമേ കാണുള്ളൂ നമ്മുടെ ഒരു നോർമൽ മീലിൽ. അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കൂടെ ആണെങ്കിലും അഡീഷണൽ കാലറി ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ കാലറി കഴിക്കുക. പിന്നെ കല്യാണ സദ്യ ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വിചാരിക്കും, ഓ ആണ്ടിലൊരിക്കലല്ലേ ഉള്ളൂ, ഇതിനി നാളെ കിട്ടത്തില്ലല്ലോ, ഞാനായിട്ട് ഉണ്ടാക്കാനും പോകുന്നില്ല, അപ്പൊ പിന്നെ കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് എക്സസൈസ് ചെയ്യാനുള്ള സന്മനസ് കാണിക്കണം, ആ ശരീരത്തിനെ കൊല്ലാതിരിക്കാൻ. ഇപ്പൊ വെയിറ്റ് ഗെയിൻ ആകുന്നത് കാലറി ബേൺഡ് ഔട്ട് ചെയ്താൽ കുഴപ്പമില്ല. അതായത് കത്തിച്ച് കളഞ്ഞ എനർജി, ഉള്ളിലോട്ടിട്ട ആഹാരം ദഹിച്ച് എനർജിയായി, ആ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ ഒരു പ്രശ്നവും. പണ്ടുള്ള ആൾക്കാര് പ്ലേറ്റ് നിറച്ച് ചോറും പ്ലേറ്റ് നിറച്ച് കറിയും ഇഷ്ടം പോലെ ആഹാരം കഴിച്ചിട്ട് അവർ നേരെ കട്ടിലെ പോയി കിടക്കുകയോ അല്ലെങ്കിൽ സോഫയിൽ ഇരുന്നുകൊണ്ട് പിള്ളേരെ കൊണ്ട് ടിവിയുടെ റിമോട്ട് എടുപ്പിക്കുന്ന ശീലമൊന്നും അവർക്കില്ലായിരുന്നു. അവർ നേരെ പാടത്തും പരിയത്തും അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കട്ടിപ്പണിയിലേക്കാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ലീൻ മാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ശരീരത്തിൽ കൊഴുപ്പില്ല. കറക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ശരീരം. ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ, തൊഴിലുറപ്പുകാർ സ്ത്രീകളുണ്ട്, അവർ വന്ന് ബോഡി സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ബോഡി ഫാറ്റ് കുറവും ബോഡിയിൽ മസിൽ കൂടുതലുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ശരീരം അങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവരെ അറിയാതെ തന്നെ അവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ചെറിയ കാര്യമാണ്. അവർ ചെയ്യുന്ന കാര്യത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അസുഖമില്ലാതെ സന്തോഷമായിട്ട് ആ കുടുംബത്ത് അവര് ഉണ്ടാവും. ഇപ്പൊ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മെയിൻ ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ് ആണിത്. അതായത് ഏറ്റവും കൂടുതൽ അളവിൽ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ്. 1 കിലോ ഫാറ്റ്, 1 ഗ്രാം ഫാറ്റ് നമുക്ക് 9 കാലറി തരും. നമ്മൾ ഒരിത്തിരി എണ്ണ എക്സ്ട്രാ കഴിച്ചാൽ, ഇത്തിരി അല്ലേ ഉള്ളൂ, മെഴുക്കുവരട്ടിക്കകത്ത് ഒഴിക്കുന്ന എണ്ണയ്ക്ക് കണക്കുമല്ലോ ഉണ്ട്. ചില വീട്ടുകാര് 4 പേരടങ്ങുന്ന ഒരു വീട്ടിൽ 5 കിലോ എണ്ണ ഉപയോഗിക്കുന്ന വീടുണ്ട്. അവർ പറയുന്നത് ആർസിമെന്റ് എണ്ണയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എണ്ണ ഏതായാലും കുഴപ്പമുണ്ടാകും, അധികമായാൽ അമൃതും വിഷമാണ്. നമുക്കിപ്പോ അവർ പർച്ചേസ് ചെയ്താലും നമുക്ക് വോളിയം കൂടുതൽ കിട്ടും. പക്ഷെ വോളിയം കൂടുതൽ കിട്ടിയാൽ അതിന് നിലനിൽപ്പും കൂടെ വേണം. അധിക നാള് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവില്ല. അധികമായിട്ട് നമ്മൾ ഒന്നും ഉള്ളിലേക്ക് ചെല്ലത് ആവശ്യത്തിന് മാത്രം. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ തന്നെ കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ടല്ല RCMല് എണ്ണയുള്ളത്. കാർബോഹൈഡ്രേറ്റ് 1 ഗ്രാം 4 കാലറി, പ്രോട്ടീൻ 4 കാലറി. അപ്പൊ നമ്മളുടെ ആഹാരത്തില് നമ്മൾ ഒരു പ്ലേറ്റ് ആഹാരം എടുക്കുമ്പോൾ ഈ 3 സാധനവും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിന് കാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര വേണോ അതിൽ ഒതുങ്ങി തീരത്തക്ക രീതിയിൽ ഒരു കാൽക്കുലേറ്റഡ് പ്ലേറ്റ് ആയിരിക്കണം നമ്മളുടേത്. ഇനി ആർക്കൊക്കെയാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത്? ഇങ്ങനെ ബെൽറ്റ് കെട്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഓവർ വെയിറ്റ്, അതായത് മിഡ് ലൈൻ ട്യൂമർ എന്ന് പറയും. ഒരു ശരിക്കും സർക്കാസ്റ്റിക് വേയിൽ പറയുന്ന കാര്യം, ഒരു കളിയാക്കി പറച്ചിൽ പോലെയാണത്. മിഡ് ലൈൻ ട്യൂമർ, വയറ് മാത്രം വണ്ണം വെച്ചിരിക്കുന്ന അവിടെ ഒരു ട്യൂമർ എന്ന് പറഞ്ഞാൽ ആ അരക്കെട്ടിന്റെ വണ്ണം വളരെ കൂടുതലാണ്, ബെല്ലി ഫാറ്റ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളവര് ഓവർ വെയിറ്റ് തന്നെയാണ്. ആ ഓവർ വെയിറ്റ് ഉള്ളവരൊക്കെ വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇഷ്ടമില്ലാത്ത ആഹാരം കഴിച്ച് വെയിറ്റ് കുറയ്ക്കാനൊന്ന് ശ്രമിച്ചു, ഡയറ്റിന്റെ ചാർട്ട് വെച്ചിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. അവരതൊക്കെ മാറ്റി വെച്ചേച്ച് വീണ്ടും പഴയതുപോലെ തന്നെ തുടരും. അതുപോലെ ഡോക്ടർമാർ ചിലരോട് പറയാറുണ്ട്, നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കണം കേട്ടോ. എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് കുറയ്ക്കണം സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ കുറയ്ക്കണം എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഞാനൊട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുമില്ല. എനിക്കറിയാവുന്നത് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാന്നായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്തു, 3 ദിവസം സ്കിപ്പ് ചെയ്തു. 4-ാമത്തെ ദിവസം 3 ദിവസം സ്കിപ്പ് ചെയ്തതിന്റെ ഇരട്ടി കഴിക്കേണ്ടി വന്നു, കഴിച്ചു.
അപ്പൊ നമ്മുടെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഡോക്ടേഴ്സ് ആരെങ്കിലും അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കുറയ്ക്കണമെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ആരോടെങ്കിലും ന്യൂട്രീഷനിസ്റ്റിനോടോ ഇനിയിപ്പം RCMകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണോ, RCMകാരെ അപ്രോച്ച് ചെയ്യൂ. TCG പറഞ്ഞതുപോലെ ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷൻ ആയിട്ട് RCMകാർ അവരുടെ അടുത്തുണ്ട് എന്നൊരു ബോധ്യം അവർക്ക് വരുത്തി കൊടുക്കാൻ നമ്മളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം ബൈ നോളജ്. ഡയബറ്റീസുകാര് ഉറപ്പായിട്ടും ഒബേസിറ്റി ഉണ്ടെങ്കിൽ അത് കുറച്ചിരിക്കണം. ഒബേസിറ്റി കാരണം ഡയബറ്റിക് ആകാം, ഡയബറ്റിക് ആയവർ ഒബേസും ആകാം. ഇത് രണ്ടുമാണ് ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയ്ക്കണം. ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഉറപ്പായിട്ടും വെയിറ്റ് കുറയ്ക്കണം. ഹാർട്ട് ഡിസീസ് ഉണ്ടാവാൻ കാരണം എന്താണ്? വെയിറ്റ് കൂടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് കൂടിയിട്ട് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞിട്ട് അവിടെ തടസ്സമുണ്ടായി, അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഹാർട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പമ്പ് ചെയ്യാൻ രക്തമില്ലാതെ വരും. അതുപോലെ മുട്ടുവേദന. മുട്ടിന് നമ്മുടെ ശരീരം രണ്ട് ചെറിയ കാല്, ചെറിയ തൂണുള്ള ഒരു പെരയാണെന്ന് സങ്കല്പിച്ചാൽ ചെറിയ തൂണിൽ വലിയ പെര വെക്കുന്ന ആൾക്കാരാണ് ഒബേസ് ആയിട്ടുള്ള ആൾക്കാർ. 1 കിലോ ബോഡി വെയിറ്റ് കൂടിയാൽ മുട്ടിന് കിട്ടുന്നത് 1 × 5, 5 ഇരട്ടി വെയിറ്റ് ആണ് ആ മുട്ട് താങ്ങേണ്ടി വരുന്നത്. ചെറിയ രീതിയിലൊന്നും വന്നാൽ നമ്മൾ കണക്കാക്കത്തില്ല. നിങ്ങൾ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ആരാധനാലയങ്ങളിൽ പോകുന്ന ആൾക്കാരെ, ഇത്തിരി പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും ഒക്കെ പോകാറുള്ളത്. അതിന്റെ പുറത്ത് ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങോട്ട് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ആടിത്തൂങ്ങി നല്ല റിത്തമിക് ആയിട്ട് രണ്ട് സൈഡിലോട്ടും ചെരിഞ്ഞ് പോകുന്ന ആൾക്കാരെ കാണാം. അവര് വെയിറ്റ് കൂടിയിട്ട് അവരുടെ മുട്ടിൽ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ശരീരം അഡാപ്റ്റ് ചെയ്ത ഒരു വാക്കാണ് അത്, ഡക്ക് വാക്ക് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്താതിരിക്കാൻ നമുക്ക് ഒരുപാട് മൈൽ സ്റ്റോൺസ്, ഇടയ്ക്കിടയ്ക്ക് ഇടത്താവളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മളെ ഓർമ്മിപ്പിച്ച് എനിക്ക് വയ്യ എന്ന് മുട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ആ ഭാഷ ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ചെന്ന് ഡോക്ടർമാരുടെ അടുക്ക പറയും, അവർ കാൽഷ്യം ഗുളിക നമുക്ക് തരും, പെയിൻ കില്ലേഴ്സ് തരും. പിന്നിപ്പം ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻ എന്ന് പറയാം. ആ ജോയിൻസിനകത്തേക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ചെയ്യാത്ത പണികളൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വെയിറ്റ് റിഡക്ഷൻ. വെയിറ്റ് കുറച്ചാൽ മുട്ടുവേദന കുറയും. 100% അല്ല 200% ഞാൻ പറയുകയാണ്. അതുപോലെ ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഫാറ്റ് ശരീരത്തിൽ കൂടിയിട്ട് ശ്വാസകോശത്തിന് വികസിക്കാൻ സ്ഥലമില്ലാത്ത വണ്ണം. അതുപോലെ ബെല്ലി ഫാറ്റ് കൂടിയിട്ട് ശ്വാസകോശം വികസിക്കില്ല, ഡയഫ്രത്തിന് അയഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നെഞ്ചിനെയും വയറിനെയും വേർതിരിക്കുന്ന ഒരു ചെറിയ മസിലാണ് ഡയഫ്രം. അതിന് ഒട്ടും അനങ്ങാൻ പറ്റാത്ത ലെവലിൽ ശ്വാസം മുന്നോട്ടും പറ്റില്ല, പുറകോട്ടും പറ്റില്ല. ഇങ്ങനെ ഇതേ രീതിയിൽ വണ്ണമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും വണ്ണം കുറയ്ക്കണം. PCOS ശരിക്കും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ആണ്. ഒരു സിംറ്റം, ഒരു ലക്ഷണമല്ല, പല ലക്ഷണങ്ങൾ ചേർന്നതിനാണ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരും. ഇറഗുലർ മെൻസ്ട്രേഷൻ ഉണ്ടാവാം, എൻഡോമെട്രിയം, യൂട്രസിന്റെ ഉൾഭിത്തിക്ക് തിക്നെസ് കൂടുതൽ ഉണ്ടാവാം, പീരിയഡ്സ് തോന്നുന്നത് പോലെ വരാം, ബ്ലീഡിങ് കൂടുതലാവാം, ബ്ലീഡിങ് കുറവാകാം, വേദനയോടുകൂടി ബ്ലീഡിങ് ഉണ്ടാവാം, ഇടവിട്ട് ബ്ലീഡിങ് ഉണ്ടാവാം, വന്ന ബ്ലീഡിങ് നിൽക്കാത്തത് ഉണ്ടാവാം. പല കാരണങ്ങളും ഇതിനകത്ത് വരും. അപ്പൊ അങ്ങനെയുള്ളവർ വെയിറ്റ് മാനേജ് ചെയ്യണം. സ്ലീപ്പ് അപ്നിയ, അതായത് ഉറക്കത്തിൽ ഉറങ്ങുകയാണ് പക്ഷെ ശ്വാസം നിന്നു പോകുന്നു. ഇങ്ങനെ മരിച്ച വ്യക്തികളെ എനിക്കറിയാം. ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന പേഷ്യൻസ്, എന്റെ പേഷ്യന്റിന്റെ പേര് ആശ എന്നാണ്, 32 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ബാങ്കിൽ ഉദ്യോഗസ്ഥയായിരുന്നു. അവര് മരിച്ചുപോയത് സ്ലീപ്പ് അപ്നിയ കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാവാൻ കാരണം ആ ഫാറ്റിന്റെ ഒരു കംപ്രഷൻ, ട്രക്കിയൽ, നമ്മുടെ ശ്വാസക്കുഴലിന്റെ മുകളില് കംപ്രഷൻ വന്നിട്ട് ശ്വാസം എടുക്കാതെ, അത് ഉറക്കത്തിലായതുകൊണ്ട് അറിഞ്ഞില്ല. ഡീപ്പ് സ്ലീപ്പിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവര് ശരിക്കും വണ്ണം കൂടുതലുള്ളവർ ചെയ്യേണ്ടത് ഒരിക്കലും നിവർന്ന് കിടന്നുറങ്ങരുത്. ലെഫ്റ്റ് സൈഡ് ചേർന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞു വേണം കംഫർട്ടബിൾ പൊസിഷനായിട്ട് കിടന്ന് ഉറങ്ങണം. താഴത്തെ കാല് നീട്ടിവെച്ച് വലത് കാല് ഇടതുവശത്തോട്ട് ചെരിഞ്ഞു കിടന്ന് ഇടത് കാല് നീട്ടിവെച്ച് വലത് കാല് ഫ്ലെക്സ് ചെയ്ത് മുമ്പോട്ടൊന്ന് മടക്കി വെച്ച് കൈകൾ തലണയുടെ മുകളിലേക്ക് ഫ്രീ ആയിട്ട് വെച്ചിട്ട് വേണം വലത്ത് കൈ, ഇടത് കൈ തലയുടെ അടിയിൽ അല്ലെ തലയുടെ അടിയിൽ, അങ്ങനെ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് ഇങ്ങനെയുള്ളവർ കടന്നുറങ്ങേണ്ടത്. ഇവിടെ നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ചെറിയൊരു റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർവെയിറ്റ് ആയിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ളവര് അനുഭവിക്കേണ്ടി വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാർഡിയോവാസ്കുലർ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞിരിക്കുന്ന പരിണത ഫലങ്ങളാണ്. കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുക,
മെയിൻലി ഹാർട്ട് ഡിസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രോക്ക് ഉണ്ടാവാം, ടൈപ്പ് 2 ഡയബറ്റിക് ആവാം, അതുപോലെ മസ്കുലോ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ്, മസിലുകൾക്ക് ശരിക്കും മസിലിനും എല്ലിനും ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ്, ആർത്രൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുടെ പേരുകളൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. വളരെ റെയർ ആയിട്ട് ചില ടൈപ്പ് ഓഫ് ക്യാൻസർ വരെ കാരണമാകാൻ ഒബേസിറ്റി കാരണമാകുന്നു. ക്യാൻസറിൽ പ്രത്യേകമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അതുപോലെ തന്നെ കോളൻ ക്യാൻസർ ഉണ്ട്, പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ, അതായത് യൂട്രസിന്റെ ഉൾഭിത്തിക്ക് കട്ടി കൂടിയിട്ട് അതിന് ഡീജനറേഷൻ സംഭവിച്ചുണ്ടാവുന്ന ക്യാൻസർ ആണ് എൻഡോമെട്രിയൽ ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ പിന്നെന്താ, ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പൊണ്ണത്തടിയന്മാരെ അല്ലെ പൊണ്ണത്തടിച്ചുകളെ കണ്ടാൽ ആ ഒരു രൂപം, ആകാര സൗഷ്ഠവമില്ലായ്മ, നമുക്ക് കണ്ണിനൊരു ആനന്ദം കിട്ടത്തില്ല, ആ ഒരു പേഴ്സണാലിറ്റി വളരെ മോശമായിട്ട് തോന്നാം, അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി, അവരെ കണ്ടാൽ തിരിഞ്ഞു നോക്കാൻ തോന്നില്ലാത്ത ഒരു ബോഡി. തൊട്ട് മുമ്പേ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, അഷെയിംഡ് ഓഫ് വൺസ് ഓൺ ബോഡി ഇമേജ്. നമുക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ, എനിക്ക് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഞാൻ സാരി മാത്രം ഉടുത്തിരുന്ന വ്യക്തിയാണ്. 65-70 കിലോ തൂക്കത്തിൽ സാരി മാത്രമാണ് കംഫർട്ടബിൾ. ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നിന്ന് നോക്കും, അവിടെ തടച്ചും തടിയും മഴയുമായിട്ട് കാണുമ്പോൾ ടോപ്പ് ഇടണ്ടെന്നുള്ള തീരുമാനത്തിലെത്തും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ഒബേസിറ്റി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒബേസിറ്റി മാറിയത് പ്രോട്ടീൻ കഴിച്ചിട്ടാണ്, എക്സസൈസ് ചെയ്തിട്ടാണ്, ഡയറ്റ് റെഗുലേറ്റ് ചെയ്തിട്ടാണ്. സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും, അതായത് നമ്മളുടെ ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടാവും. ഓ, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾക്കൊക്കെ പറ്റും, എനിക്ക് പറ്റില്ല. അതുപോലെ സോഷ്യലി ഐസൊലേഷൻ ആകും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ആരുടെയും കൂട്ടത്തിൽ പോകാനോ ഒരു കാര്യം ചെയ്യാനോ ഉള്ള ഒരു ഉന്മേഷം തോന്നില്ല, ഉള്ളിലേക്ക് ഒതുങ്ങുക, തന്നിലേക്ക് ഒതുങ്ങിത്തീരുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറും. അവര് ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്, ഡിപ്രഷനിൽ പോകും. അതുപോലെ തന്നെ അൺസയന്റിഫിക് മെത്തേഡ്, ഞാൻ മുമ്പേ പറഞ്ഞു, ക്രാഷ് ആയിട്ടൊരു ഡയറ്റ്, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പട്ടിണി കടന്നതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് കുറയില്ല. പട്ടിണി കടന്നതുകൊണ്ട് അസിഡിറ്റി കൂടുകയും മറ്റ് അസുഖങ്ങൾ കൂടുകയും ചെയ്യുന്നതല്ലാതെ ഒരിക്കലും വെയിറ്റ് കുറയില്ല. അഥവാ വെയിറ്റ് കുറഞ്ഞാൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. ഇനി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഉണ്ടെങ്കിൽ ഒബേസിറ്റി ഉണ്ടാവില്ലല്ലോ. പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒബേസിറ്റി ഉണ്ടായത്, ഫാറ്റ് കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ്. ഇമ്മ്യൂണിറ്റി ഉണ്ടാവണമെങ്കിൽ, ഇമ്മ്യൂൺ സെൽ ഉണ്ടാവണമെങ്കിൽ അതിന് സഹായിക്കുന്ന പ്രോട്ടീൻ സെൽസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യത്തിന് ഉണ്ടാകണം. അപ്പോൾ കൂടെ കോമൺ കോൾഡ് എന്ന് പറയുന്ന ജലദോഷം എന്ന് പറയുന്നത് മാരകമായ ഒരു അസുഖമല്ല, വലിയൊരു വ്യാധിയല്ല, പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഒന്നിനും ഒരു മനുഷ്യനെ അനുവദിച്ചു കൊടുക്കാത്ത ഒരു സാധനം. ഒരാളോടൊന്ന് ചിരിക്കാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത രീതിയിൽ ഏറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരവസ്ഥയാണ് മൂക്കൊലിപ്പും ജലദോഷം എന്ന് പറയുന്നത്. അതുപോലെ സഡൻ വെയിറ്റ് ലോസ് മേക്ക് യുവർ സ്കിൻ സാഗ്, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യമാണ്. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങളുടെ അറിവിൽ പെട്ടാൽ അവരെ അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിന്റെ അപകടം പറഞ്ഞു കൊടുക്കുക. വെയിറ്റ് തിരിച്ചു പോയതുപോലെ തിരിച്ചു വരും, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ സഡൻ വീക്ക്നെസ് ഉണ്ടാവും. പെട്ടെന്ന് ഡയറ്റിൽ ഒരു ചേഞ്ച് വരികയും പെട്ടെന്ന് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുക, കൂടുതൽ നടക്കുക, ഞാൻ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാം, അങ്ങനത്തെ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ലീവിൽ പോയി കഴിയുമ്പോൾ ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ നമ്മളെ കൊണ്ട് ആ എക്സസൈസ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും. റെഡ്യൂസസ് മസിൽ മാസ്. ആവശ്യമില്ലാതെ എക്സ്ട്രീം ആയിട്ട് ഡയറ്റ് ചെയ്യുകയും എക്സ്ട്രീം ആയിട്ട് എക്സസൈസ് ചെയ്യുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഇന്റൻഷൻ നല്ലതാണ്, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് നഷ്ടം വരുന്നത് നമ്മുടെ മസിൽ മാസ് കൂടെ കുറഞ്ഞു പോകും. ഇനി നമ്മൾ ഈ പറഞ്ഞതെല്ലാം തെറ്റായ കാര്യങ്ങൾ. ഇനി എന്താണ് ശരിയായ കാര്യങ്ങൾ, എന്താണ് ഇതിനകത്ത് പറയുന്നത്? റിഡക്ഷൻ ഓഫ് വാട്ട് ഡു വി റിഡ്യൂസ്, ബോഡി ഫാറ്റ് ഓർ ബോഡി വെയിറ്റ്. നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ 90 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ 80 ഉള്ളൂ. ഓ, 10 കിലോ കുറഞ്ഞു. ആ കുറഞ്ഞത് എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് അറിയാവുന്നത് ആർക്കാണ്? ആർ സി എമ്മിലുള്ള ആൾക്കാര്, ആർ സി എമ്മിലെ ബോഡി സ്കാനിൽ കയറി നിൽക്കുന്ന ആൾക്കാര്, അതുപോലെ ന്യൂട്രീഷൻ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, മറ്റ് ആൾക്കാരുമുണ്ട്, വെൽനസ് അഡ്വൈസേഴ്സ്, അവരുപയോഗിക്കുന്ന സ്കാനറിൽ കയറി നിൽക്കുന്ന ആൾക്കാർക്കാണ് അറിയാൻ പറ്റുന്നത്. അവരുടെ ശരീര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കുറഞ്ഞത്, അവരുടെ മസിലാണോ, ഫാറ്റാണോ, എല്ലാണോ, ശരീരത്തിലെ വെള്ളമാണോ, ഏതാണ് കുറഞ്ഞതെന്ന് കൃത്യമായിട്ട് അറിയാൻ ഒരു ബോഡി സ്കാനറിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് സമാധാനപ്പെട്ടാൽ മതി. ബോൺ മസിൽ ആൻഡ് വാട്ടർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അൺഹെൽത്തി ആണ്, അൺഫിറ്റ് ആണ്, വീക്ക്നെസ് ഉണ്ടാവും, ഭയങ്കരമായ ക്ഷീണം ഉണ്ടാകും,
ഡിക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ, നമുക്കൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ, ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി മുഴുവൻ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് സ്റ്റാമിന ഉണ്ടാവത്തില്ല. പ്രീമച്വർ ഏജിങ്, അകാല വാർദ്ധക്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ റിഡക്ഷൻ ഓഫ് സ്റ്റോർഡ് ബോഡി ഫാറ്റ്, നമ്മൾ പറഞ്ഞല്ലോ, ഡിസ്കസ് ചെയ്തല്ലോ, ബോഡി ഫാറ്റ്, ബോൺ, അതായത് എല്ല്, മസില്, വെള്ളം, ഇതില് കറക്റ്റ് ആയിട്ട് കുറയുന്നത് ഫാറ്റ് മാത്രമാണെങ്കിൽ എന്താണ് ബെനിഫിറ്റ്? ഹെൽത്തി ആൻഡ് ഫിറ്റ്, നമുക്കൊരു ക്ഷീണം ഉണ്ടാവത്തില്ല, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും, ശാരീരികമായ ക്ഷമത കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഉദ്ദേശിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് കൂടുതൽ പൂർണ്ണതയോടുകൂടി ചെയ്യാനായിട്ട് പറ്റും. ആന്റി ഏജിങ്, ഏജിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. 3 മാസം പ്രായം കൂടിയിട്ടുണ്ടെങ്കിലും 3 മാസം പ്രായം കൂടിയെന്ന്, അല്ലെങ്കിൽ 3 വയസ്സ് പ്രായം കൂടിയെന്ന് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ സ്ട്രോങ് ആയിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു, നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ഓവറോൾ ബോഡി ഫാറ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലൂസ് ബോഡി ഫാറ്റ് ദെൻ ഓവറോൾ വെയിറ്റ്. അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത്. നമ്മൾ 100 കിലോ ഉണ്ടായിരുന്ന ആൾ 80 കിലോ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതില് ഫാറ്റ് ആണ് 20 കിലോ കുറയുന്നതെങ്കിൽ അത് നല്ലതാണ്. ബോഡി ഫാറ്റ് നമ്മൾക്കൊരു നിശ്ചിത പെർസെൻറ്റേജ് വെച്ചിട്ടൊക്കെയാണ് കുറയ്ക്കേണ്ടത്. ഒരു 1.4 to 1.6, 1.92%, അങ്ങനെ പല കണക്കുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകം കണക്കുകളുണ്ട്. 20% കൂടുതൽ വെയിറ്റ് കുറയാൻ പാടില്ല. അതുപോലെ ഫാറ്റിന്റെ അളവാണ്, നമ്മുടെ ശരീരത്തിൽ അനുവദിച്ച ഫാറ്റിന്റെ അളവ്, അല്ലാതെ കൊഴുപ്പിന്റെ അളവ്. സ്ത്രീകൾക്ക് 25 വരെ അംഗീകരിക്കാം, പുരുഷന്മാർക്ക് 20%. ഈ 20%ത്തിന്റെ സ്ഥാനത്താണ് ഫാറ്റ് നമ്മൾ നോക്കുമ്പോൾ 50, 55 ഒക്കെ കാണുന്നത്. സ്ത്രീകളിൽ 25% പകരം 46, 52 ഒക്കെ ആയിരിക്കും. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് കൂടുന്ന ഒരു സാധനമുണ്ട്, ഇന്റേണൽ ഏജ്, മെറ്റബോളിക് ഏജ് നമുക്ക് കൂടാറുണ്ട്. അതിൽ പിടിച്ചാണ് നമ്മൾ കറക്ഷൻ പറഞ്ഞു കൊടുക്കേണ്ടതും. മസിൽ റേഷ്യോ പുരുഷന്മാരിൽ 45% അതിൽ കൂടുതലും വേണം, സ്ത്രീകളിൽ 36% അതിൽ കൂടുതലും വേണം. ഒരു 72 വയസ്സുള്ള ഒന്നല്ല 2 ആൾക്കാരുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ്, 60 കിലോ മസിലും 3.2 ബോണുമുള്ള ആൾക്കാര്. ഫാറ്റ് ശരിക്കും ലീൻ ബോഡിയാണ്, പക്ഷെ അവര് എൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ ചില സ്കിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു എനർജി കുറവ് ഫീൽ ചെയ്തതൊക്കെയാണ് എൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ കാരണമായത്. പക്ഷെ അവരുടെ ബോഡി സ്കാൻ എന്ന് പറയുന്നത് ഇന്നോളം ചെയ്തതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി സ്കാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ശരീരത്തിനെ കറക്റ്റ് ആയിട്ട് വെക്കാൻ മിനിമം ഇത്രയെങ്കിലും വേണം. മസിൽ കൂടിയാൽ വലിയ ദോഷമൊന്നും ഇല്ല, പക്ഷെ ഫാറ്റ് കൂടരുത്. ബോണും നമ്മൾക്ക് ആപ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന ഭക്ഷണം എത്ര കണ്ട് ശുദ്ധവും എത്ര കണ്ട് ആൽക്കലൈനുമാണ്, അതനുസരിച്ചാണ് നമ്മളുടെ മസില് ഒക്കെ റെഡിയാകാനും ബോൺ റെഡിയാവാനും ഉള്ളത്. നമുക്ക് എന്തിനാണ് മസിൽ? സ്ത്രീകൾ പൊതുവെ പറയാറുണ്ട് പ്രോട്ടീൻ കഴിച്ച് മസിൽ ചാടിക്കേണ്ട ആവശ്യമില്ല. മസിൽ നമുക്ക് വേണം. മസിലില്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ ഏറ്റവും അനുഭവിച്ച വ്യക്തിയാണ്. എനിക്ക് ചൂലെടുത്ത് പെരക്കകം തൂക്കാൻ പറ്റില്ലായിരുന്നു. കൈയിൽ ചൂല് പിടിക്കുമ്പോൾ ചൂല് കയ്യിൽ മുറുകാതെ ഞാൻ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. എന്റെ തല തോർത്താൻ എനിക്ക് തോർത്ത് പിടിക്കാൻ പറ്റില്ലായിരുന്നു. ആ മസിൽ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ബോഡി സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ മസിൽ 19 ആയിരുന്നു, ഇന്ന് എന്റെ മസിൽ 39. ആ ഒരു എനർജി നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഡയറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്, നമ്മുടെ ഈ പ്രൊഡക്റ്റിനും വളരെയധികം പ്രാധാന്യമുണ്ട്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് നമുക്ക് ഒരു കൊടവയറുള്ള ആളിനെ കണ്ടാൽ ഒരു ഹോസ്പിറ്റലിലും പോവാതെ ഒരു ഇൻവെസ്റ്റിഗേഷനും ചെയ്യാതെ നമുക്ക് ഡയഗ്നോസിസ്, അവരെ രോഗനിർണയം, അവർക്കൊരു രോഗമുണ്ട്, അവരുടെ രോഗമാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ സിൻഡ്രത്തില് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം വരും. സ്ത്രീകളുടെ അരവണ്ണം, ഇത് അരവണ്ണമാണ്. 8 ഇഞ്ച് ചെസ്റ്റ് വണ്ണത്തിനേക്കാൾ, അതായത് നെഞ്ചിന്റെ വണ്ണത്തിനേക്കാൾ 8 ഇഞ്ച് കുറവായിരിക്കണം. ഇത് എഴുതിയെടുത്ത് വെച്ചോളൂ, അവരവരെ അളന്ന് നോക്കിക്കോളൂ. സ്ത്രീകളുടെ എടവണ്ണം എന്ന് പറയുന്നത്, അരവണ്ണം എന്ന് പറയുന്നത്, ഇടുപ്പ് എന്ന് പറയുന്നത് ചെസ്റ്റിനേക്കാൾ 8 ഇഞ്ച് കുറവായിരിക്കണം. ബ്രസ്റ്റ് ലെവലില്, നിപ്പിൾ ലെവലില് അളന്ന് നോക്കുക, അവിടെ കിട്ടുന്ന അളവിനേക്കാൾ 8 ഇഞ്ച് കുറവായിരിക്കണം അരവണ്ണം എടുക്കുമ്പോൾ, ഇടുപ്പെടുക്കുമ്പോൾ. പുരുഷന്മാരിൽ 4 ഇഞ്ച് വ്യത്യാസവും മതിയാവും. ഇതൊക്കെ നമുക്ക് സുരേഷ് സാറിന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വയറിന്റെ ഉള്ളില്, ആമാശയത്തിന്റെ ഉള്ളില് ആ ഒരു ക്യാവിറ്റി,
അബ്ഡോമൻ ക്യാവിറ്റിയിലുള്ള അവയവങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ സബ്കുട്ടേനിയസ് ഫാറ്റുമുണ്ട്, വിസറൽ ഫാറ്റുമുണ്ട്. തൊലിയുടെ അടിക്ക് അടിഞ്ഞ് കൈയെല്ലാം പളവളാന്ന് തൂങ്ങിക്കിടക്കുന്ന വണ്ണം, അത് തന്നെയാണ് സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റ്. വയറിങ്ങനെ ചാടിയിരിക്കുന്നതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഉള്ളിലുള്ള അവയവങ്ങളുടെയൊക്കെ ഇടയ്ക്ക് വിടവുണ്ട്, ആ വിടവിലെല്ലാം ഫാറ്റ് അടിഞ്ഞു കൂടിയിരിക്കണം. ഇത് തന്നെ അബ്ഡോമിനൽ മസിൽ ആദ്യം കാണിക്കുന്നുണ്ട്. ആ മസിൽ കൂടാതെ സബ്കുട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് സ്കിന്നിന്, അബ്ഡോമന്റെ ഒറിജിനൽ മസിലിനും സ്കിന്നിനും ഇടയ്ക്കുള്ള ഭാഗത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റ്. ഇനി അതിനകത്ത് വയറിനകത്തായിട്ട് അടിഞ്ഞിരിക്കുന്നതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതൊരിക്കലും 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതലാവാൻ പാടില്ല. വിസറൽ ഫാറ്റ് 4 ഉണ്ടെങ്കിൽ പോലും അതിനെ കുറയ്ക്കാൻ ശ്രമിക്കണം. അത് കുറയ്ക്കാൻ പറ്റുന്നത് ദീർഘകാല പരിശ്രമം കൊണ്ടേ അത് നടക്കുള്ളൂ. യോഗ ഹെൽപ്പ് ചെയ്യും, അതുപോലെ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും, വാക്കിംഗ് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് കുറയില്ല. 4 വരെ കൊണ്ടുവരാൻ വലിയ പാടില്ല, 4-ൽ നിന്ന് താഴോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് അപകടകരമായ രീതിയിലേക്ക് ഫാറ്റ് കൂടുന്നത്. അതിന്റെ ഒരു പടമാണ് ഇത്. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ ഇടാം. ഇതിനെ പരിഹാരം തേടണമെങ്കിൽ നിങ്ങളെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടി നിങ്ങൾ സ്റ്റാറ്റസിൽ ഇടുക. നിങ്ങൾക്ക് കോളുകൾ വരും. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ന്യൂട്രിചാർജ് വെജമക എളുപ്പം സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് മുന്നോട്ട് ഓരോന്ന് ആഡ് ചെയ്ത് പോവുക. അപ്പൊ പിന്നെ അപകടം ആർക്കാണുള്ളത്? ഒബേസിറ്റി. വൈ ഈസ് അബ്ഡോമിനൽ ഒബേസിറ്റി മോർ ഡേഞ്ചറസ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒബേസിറ്റി നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഷുഗറിന് കാരണമാകും, ഹാർട്ട് ഡിസീസിന് കാരണമാകും, ഹൃദയസ്തംഭനം ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ മാത്രമല്ല, കാലിൽ മസിൽ പിടിക്കല്, കാലിലേക്ക് രക്തക്കുറവ് ഉണ്ടാവല്, വെരിക്കോസ് ഉണ്ടാവല്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ. ഇത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇത് ഇന്റേണൽ ഇൻഫ്ലമേഷൻ. എവിടെയൊക്കെയാണ് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്? ശരീരത്തിൽ ശരിക്കും ഫാറ്റ് കൂടിക്കഴിയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു വിഷം എന്ന് പറയാം ശരിക്കും, സൈറ്റോകൈൻ എന്ന് പറയുന്ന സാധനം. ആ സാധനം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആദ്യം അസ്വസ്ഥത ഉണ്ടാകും, പിന്നെ വേദന ഉണ്ടാകും. റെസ്റ്റ് എടുത്താൽ അല്പം കുറയും. പക്ഷെ കുറയണമെങ്കിൽ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡും പ്രോട്ടീനും ചേർന്നെങ്കിൽ മാത്രമേ ആ ഇൻഫ്ലമേഷൻ കുറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ന്യൂട്രിചാർജ് വെജമേഗ 2 ക്യാപ്സൂൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ മുട്ടുവേദന, ഇത് ഓൾറെഡി ഇൻഫ്ലമേഷൻ കൂടും, ആർത്രൈറ്റിസ് ഉണ്ടാവും. സോ വി നീഡ് ടു റെഡ്യൂസ് സ്റ്റോർഡ് ഫാറ്റ്. ശരീരത്തിൽ സ്റ്റോക്ക് ആക്കി വെച്ചിരിക്കുന്ന ഫാറ്റിനെ കുറയ്ക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് പ്രിസർവ് മസിൽ. നമ്മുടെ മസിൽ നഷ്ടപ്പെടാതെ ഫാറ്റിനെ കളയുകയാണ് ചെയ്യേണ്ടത്. അതിന് സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S&F. ഇതിന്റെ വില ഞാൻ പറഞ്ഞു, 2802 MRP. ഡിസ്കൗണ്ട് റേറ്റ് 2242. പർച്ചേസ് വോളിയം 1890. ഇനി S&Fന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വളരെ പെട്ടെന്ന് തീർക്കാം. ഇത് ശരിക്കും ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ കവറിന്റെ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പഠിക്കുമ്പോൾ അതിന്റെ കവർ ആദ്യം പഠിക്കുക, അതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. S&F എന്ന് പറയുന്നത് സ്റ്റേ സ്ലിം ആൻഡ് ഫിറ്റ്. അതിൽ ക്ലിനിക്കലി പ്രൂവൺ ആണ്, പ്രൊഡക്റ്റ് ക്ലിനിക്കലി പ്രൂവൺ ആണ്. വേറൊരു ബ്യൂട്ടി ഉള്ളത്, ഇതിന്റെ പ്രൊഡക്റ്റ് ഈ ആദ്യം എഴുതിയിരിക്കുന്ന 3 ഇൻഗ്രീഡിയന്റ്, അതായത് ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്ട്, ടൊണാലിൻ അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ് ലെനോയിക് ആസിഡ് എന്ന് പറയുന്ന ടൊണാലിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു സബ്സ്റ്റൻസ്, ഗാർസീനിയ കാമ്പോജിയ എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ്, ഈ 3 സാധനങ്ങളും അത് ഓരോന്നായിട്ടും ക്ലിനിക്കലി പ്രൂവൺ ആണ്. പ്രൊഡക്റ്റ് ആകെ മൊത്തം ക്ലിനിക്കലി പ്രൂവൺ. അപ്പം 4 ക്ലിനിക്കലി പ്രൂവൺ എന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂട്രിചാർജ് S&F എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫൈബർ ഉണ്ട്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ സോയ പ്രോട്ടീൻ കിട്ടിയിരിക്കുന്നത് അമേരിക്കയിലെ ഡ്യൂപോണ്ട് കമ്പനിയിൽ നിന്നാണ്. സോയ പ്രോട്ടീൻ എന്തിനാണ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് സോയ പ്രോട്ടീൻ ഇവിടെ കിട്ടില്ലേ, നമുക്ക് സോയയുടെ പയർ ഇവിടെ കിട്ടില്ലേ? കിട്ടും. നമുക്ക് പയർ പൊടിച്ച് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ് കഴിക്കാമോ? കഴിക്കാം. പക്ഷേ അതിലുള്ള പ്രോട്ടീൻ നമ്മുടെ വയറിന് അബ്സോർബ് ചെയ്യാൻ പാകത്തിനല്ല. ഓരോ പ്രോട്ടീനിലും, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനിലും എന്തുണ്ട്? ഒരു ഇൻഹിബിറ്റന്റ്, തടസ്സമുണ്ടാക്കുന്ന ഒരു സാധനം, അബ്സോർഷന് തടസ്സമുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്.
അതിനെ മാറ്റിയിട്ട് ആ ഇൻഹിബിറ്റൻസ് ഒക്കെ മാറ്റിയിട്ട് മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ആക്കി വെച്ചിട്ടുള്ള പ്രോട്ടീനാണ് നമ്മളുടെ സോയ പ്രോട്ടീൻ. അതുകൊണ്ടാണ് USA നമ്മൾ അത് വാങ്ങിക്കുന്നത്. അസിമിലേഷൻ നടക്കുന്നത് നമ്മുടെ ബോംബെ അന്തേരിയിൽ വെച്ചിട്ടാണ്. അവിടെയാണ് മിക്സിങ് നടക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നല്ല സാധനം നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ മിക്സപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് ഇതേ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയും ക്വാളിറ്റിക്ക് ഒരു മൂല്യച്യുതി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം പറയാനുള്ളത്. നമ്മുടെ പ്രോട്ടീൻ പറയുന്നത് ലീൻ പ്രോട്ടീൻ എന്നാണ്. കോഫി ബീൻ എക്സ്ട്രാക്ട് അതുപോലെ തന്നെ അതിന്റെ കമ്പനിയുടെ നാച്ചുറക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗമാണ്. അത് രണ്ടും അവിടെ നിന്ന് USA തന്നെ വരുന്നതാണ് കേട്ടോ. ഫൈബർ ഫ്രം ജപ്പാൻ. നമ്മുടെ പ്രൊഡക്റ്റിന് എന്തുകൊണ്ടാണ് വില കൂടുന്നതെന്ന് നോക്കുക. വില കേട്ടപ്പോ അയ്യോ ഭയങ്കര വിലയാണ്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു? പ്രോട്ടീനും ഉണ്ട്, അതുപോലെ കോഫി ബീൻ എക്സ്ട്രാക്ട് ഉണ്ട്, ജപ്പാനിൽ നിന്ന് വന്ന ഫൈബർ ഉണ്ട്, ജർമ്മനിയിൽ നിന്ന് വന്ന CLA ഉണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളുടെ പ്രൊഡക്റ്റിലുള്ളത്. അത് തന്നെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് വില കൂടുന്നത്. കോഫി ബീൻ എക്സ്ട്രാക്ട് പച്ച കാപ്പിക്കുരുവിൽ നിന്ന് അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുന്നതാണ് കോഫി ബീൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ഇനി മുന്നോട്ട് ഇതിന്റെ ഇൻഗ്രീഡിയന്റിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒബേസിറ്റിയുടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇന്ത്യയിലെ നമ്മളുടെ പോപ്പുലേഷന്റെ 25% പോപ്പുലേഷനിലും ഒബേസിറ്റി ഉണ്ട്. പുരുഷന്മാരിൽ 34%, സ്ത്രീകളിൽ 27.5% ഒബേസ് ആണ്. ഇന്ത്യയുടെ മൊത്തം കണക്കാണ്. കേരളത്തിലേക്ക് വന്നാൽ പുരുഷന്മാരിൽ 28.5% ആൾക്കാർ, പോപ്പുലേഷന്റെ 28.5% ഒബേസ് ആണെങ്കിൽ സ്ത്രീകൾ 32% മാറി. വേൾഡ് പോപ്പുലേഷനിൽ നോക്കിയാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കൺട്രീസ് ചൈന, ഇന്ത്യ, USA, ബ്രസീൽ, റഷ്യ, മെക്സിക്കോ, ഇന്തോനേഷ്യ ആൻഡ് ഈജിപ്റ്റ്. ശരിക്കും റിസൾട്ട് എന്താണ്? ഒബേസിറ്റിയുടെ ഒരു ആകമൊത്തം റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അകാല മരണം, പ്രായമെത്താതെ ജീവിച്ചു തീർക്കാതെ ഉള്ള മരണം, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ജീവിതം, മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ശരിക്കും ആകമൊത്തം ഒരു റിസൾട്ട് ഒബേസിറ്റിയുടെ ഉള്ളത്. കാരണം ഒബേസിറ്റി കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. ആ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ വളരെ ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡിസബിലിറ്റിയിലേക്ക് കണ്ടിന്യൂ ചെയ്ത ഒരു ജീവിതമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് S&F അല്ലെങ്കിൽ സ്ലിം ആൻഡ് ഫിറ്റ് പ്രൊഡക്റ്റ് നമുക്ക് ചെയ്തു തരുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഡ്യൂസ് ഡിപ്പോസിറ്റഡ് ഫാറ്റ്. ഓൾറെഡി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ കുറയ്ക്കുന്നു, പുതിയതായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നു, മസിലിനെ സേവ് ചെയ്ത് വെക്കുന്നു, മസിലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, നഷ്ടപ്പെടാതെ നോക്കുന്നു. മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനത്തിന്, അതായത് ഒരു ആഹാരം ദഹിച്ച ഊർജമാക്കി മാറ്റുന്ന പ്രവർത്തനം സ്ലോ ആയിരുന്നതിനെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് ഇത് മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മസിൽ മാസ് കൂട്ടാൻ സഹായിക്കുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ, ആഹാരം കഴിച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, ഒരു തൃപ്തി വേണം. ശരീരത്തിന് ആ ഒരു തൃപ്തി കൊടുക്കാൻ പാകമുള്ള ഒരു പ്രോട്ടീൻ ഇതിനകത്തുണ്ട്, ഫൈബർ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തൃപ്തി കിട്ടുന്നത്. ആ ഫൈബർ ശരീരത്തിൽ ശരിക്കും അത് ദഹിച്ച് ഭക്ഷണത്തിന്റെ മറ്റ് ഘടകങ്ങളെ പോലെ ദഹിച്ച് ശരീരത്തിൽ ആവേശം ചെയ്യുന്നില്ലാത്തത് കൊണ്ട്, അത് ആഗിരണം ചെയ്യുന്നില്ലാത്തത് കൊണ്ട്, ആ ഫൈബർ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഗ്രീൻ കോഫി എക്സ്ട്രാക്റ്റിനെ പറ്റി പറയാം. സമയം പോയത് കൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പോഴും ഓൾറെഡി സമയം പോയിട്ടുണ്ട്. ഇത് ഡീകഫിനേറ്റഡ് ആണ്. നമുക്കറിയാം കോഫിക്കകത്ത് കഫീൻ ഉണ്ട്. ആ കഫീൻ മാറ്റിയിട്ടുള്ളതാണ്. ഡീകഫിനേറ്റഡ് കോഫി ആണുള്ളത്. അതുപോലെ ഇത് നമുക്ക് ചെയ്തു തരുന്നത് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കോഫിക്കുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഷുഗറുള്ള ആൾക്കാർ ന്യൂട്രിചാർജ് S&F കഴിക്കാൻ പാടില്ല. ഷുഗർ ഉള്ളവർക്ക് ഇത് അനുവദനീയമല്ല. നോർമലി കോഫിയുടെ ഗുണം മാത്രം പറയുകയാണെങ്കിൽ അതിന് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ടൊണാലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CLA എന്ന് പറയുന്ന സാധനം, ഇത് നമുക്ക് ചെയ്തു തരുന്നത് വെയിറ്റ് റിഡക്ഷൻ, ഫാറ്റ് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ മോളിക്യൂൾസ് ആക്കി നമുക്ക് തരുന്നത് ടൊണാലിൻ ആണ്.
അതുപോലെ ഗാർസീനിയ കാമ്പോജിയ നമ്മുടെ കൊടംപുളിയാണ് സാധനം. ഇതിന്റെ ബയോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമുക്ക് പല ഗുണങ്ങൾ തരും. ഒന്ന്, ഫാറ്റിനെ കട്ട് ചെയ്യും. രണ്ട്, വിശപ്പിനെ അമർത്തി പിടിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് ആഹാരം എപ്പോഴാ കഴിക്കുക? നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ. അപ്പൊ ആ വിശപ്പ് തോന്നാതിരിക്കാനുള്ള സാധനം ഇതിലുണ്ട്. ഇതേ ഇൻഗ്രീഡിയന്റ് നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റിലുണ്ട്. ഏതിലാണ്? ന്യൂട്രിചാർജ് ഗ്ലൈസം പ്രോഡക്റ്റിലും ഇതേ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനും വിശപ്പിന് അല്ലെങ്കിൽ ക്രേവിങ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബയോആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഈ ഒരു പുളിയുടെ അകത്തുനിന്ന് നമുക്ക് കിട്ടും. പിന്നെ നമുക്കുള്ളത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണുള്ളത്. കോഫിയുടെ കാര്യം പറയുന്നുണ്ട്. ഡിക്രീസസ് ദ അബ്സോർഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ഇൻഡസ്റ്റൈൻ, ബേൺഡ് ഔട്ട്. ശരിക്കും പറഞ്ഞാൽ ആഹാരം ദഹിച്ച് എനർജി ആയിട്ട് കുടലിൽ, ഷുഗറായിട്ട് കുടലിൽ, ചെറുകുടലിലുള്ളത് അവിടുന്ന് തന്നെ ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിനെ തടയുന്നു. അതുപോലെ പുതുതായിട്ട് ചെയ്യാനും അനുവദിക്കുന്നില്ല. ഓൾറെഡി സ്റ്റോർ ചെയ്തതിനെ അതിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സമയം പോയിട്ടൊന്നുമില്ല, ഓൺ ടൈം എടുത്ത് പറഞ്ഞോളൂ കേട്ടോ. എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. തിരക്ക് കൂട്ടണ്ട. ഓക്കെ. ഡീകഫിനേറ്റഡ് ഗ്രീൻ കോൾ വന്നപ്പോ ഞാൻ എന്റെ ഹൃദയം വായിലോട്ട് വന്നുപോയി. നേച്ചർ വെള്ളം കുടിച്ച് ഇറക്കി വിടട്ടെ. നോ പ്രോബ്ലം. ഡസൻ ഹാവ് കഫീൻ. ഇത് പറഞ്ഞതാണ്. അപ്പൊ നമ്മള് പറയാ കോഫി വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കല്ലെന്ന് പറയാം. എന്തിനാണ്? ഉറക്കം കെടുത്തുന്നതാണ് കോഫി എന്ന് പറയുന്നത്. ആ കോഫി എന്തുകൊണ്ടാണ് ഉറക്കം കെടുത്തുന്നത്? അതിനകത്ത് നമുക്ക് കഫീൻ ഉള്ളത് കൊണ്ട് അതൊരു ഉത്തേജകമാണ്, ഉണർവ് നൽകുന്ന സാധനമാണ്. ആ ഉണർവ് നൽകുന്ന കമ്പോണന്റിനെ മാറ്റിയിട്ടാണ് നമ്മുടെ എസാൻഡെഫില് കോഫി ബീൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ് അത് പച്ച കാപ്പിക്കുരുവിനകത്ത് നിന്നുണ്ട് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസാൻഡെഫ് എന്ന് പറയുന്നത് ശരിക്കും രാത്രി ഭക്ഷണത്തിന്റെ റീപ്ലേസ്മെന്റ് ആണ്. രാത്രി ഭക്ഷണത്തിന്റെ റീപ്ലേസ്മെന്റ്, അതായത് ഡിന്നർ കഴിക്കരുത്, ഡിന്നർ ആണിത്. അതുകൊണ്ടാണ് ഇത് ഉറക്കത്തിന് തടസ്സം വരുത്തില്ല എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ബയോ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് പറയുന്നത് കോളിനർജിക് ആസിഡ് എന്നാണ്. ഇത് നമുക്ക് ഒരുപാട് ഫാറ്റിന്റെ റിഡക്ഷന് തന്നെയാണ്, BMI കുറയ്ക്കാൻ, അതായത് ബോഡി മാസ് ഇൻഡെക്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് മാത്രം മനസ്സിലാക്കുക. കൂടുതൽ സയൻസിലേക്കൊന്നും പോവണ്ട. അതുപോലെ തന്നെ കോൺജുഗേറ്റഡ് ലിനോലെനിക് ആസിഡ് എന്ന് പറയുന്നതാണ് ടൊണാലിൻ എന്ന് പറയുന്നത്. ഇത് എന്താണ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഫാറ്റ് മോളിക്യൂൾസ്, അതിന്റെ സൈസ് കുറയ്ക്കാനും ഫാറ്റ് മോളിക്യൂൾസിന്റെ സൈസും എണ്ണവും കുറയ്ക്കാന്ന് പറഞ്ഞാൽ അതിനെ ചെറുതാക്കി ബോഡിയിൽ തരും. രാത്രിയിൽ നമ്മൾ ഡിന്നറിന് പകരം കഴിക്കുന്ന എസാൻഡെഫിന്റെ ഒരു സാഷെ, ഒരു സ്മൂത്തി, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്ത് ഈ സ്മൂത്തി നമ്മൾക്ക് ചെയ്തു തന്നാൽ ഈ കഴിച്ച എസാൻഡെഫ് നമ്മുടെ ശരീരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റിനെ ചെറിയ മോളിക്യൂൾസ് ആക്കി നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് ആ ഫാറ്റിനെ കത്തിച്ച് കളയണം. ആ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ എസാൻഡെഫ് വേറൊരു ആഹാര സാധനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എസാൻഡെഫ് കഴിച്ചിട്ട് വണ്ണം കുറഞ്ഞില്ലെങ്കിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, എസാൻഡെഫ് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പുതുതായിട്ട് കഴിക്കുന്ന ആഹാരത്തിലുള്ള ഫാറ്റിനെ അടിഞ്ഞുകൂടുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നു. അപ്പൊ കോഫി അത് തന്നെ ചെയ്യുന്നു, ടൊണാലിൻ അത് തന്നെ ചെയ്യുന്നു, ഗാർസിനിയ കാമ്പോജിയ അത് തന്നെ ചെയ്യുന്നു. ഒരേ പ്രവൃത്തി ചെയ്യുന്ന 3 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഫാറ്റ് മാറി മാറി മസിൽ തെളിയും, ലീൻ മസിൽ ഉണ്ടാവും, വിശപ്പ് കുറയും, അതുകൊണ്ട് ആഹാരത്തിന്റെ അളവ് കുറയും. ഇതൊന്നും വേണ്ട, സയൻസാ. ഇൻക്രീസസ് എനർജി എക്സ്പെൻഡിച്ചർ, പ്രിവെന്റ്സ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ്. അതായത് കൂടുതൽ നമ്മൾ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് കൂടുതൽ ബേൺ ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ഗാർസിനിയ കാമ്പോജിയയുടെ ബയോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനുണ്ട്. അതുകൊണ്ട് എനർജി എക്സ്പെൻഡിച്ചർ ശരീരത്തിൽ ഇത് കൂടും. അത് ഓട്ടോമാറ്റിക്കലി ശരീരത്തിനുള്ളിൽ ഉണ്ടാവും. എന്നാ കൊടംപുളി പണിയെടുക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ കൈയും കാലും പണിയെടുക്കാതിരിക്കരുത്. അതങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതിനെ ഒരു മറകൊടയായിട്ട് എടുക്കരുത്. റെഡ്യൂസസ് ഫാറ്റ് സിന്തസിസ് ഇൻ ദ ബോഡി. പുതുതായിട്ട് ഫാറ്റ് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കഴിച്ചിട്ട് എങ്ങനെയാണ് ഫാറ്റായിട്ട് മാറുന്നത്? അതൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രവർത്തനം സ്ലോ ആക്കി വെക്കും. അപ്പൊ ഫാറ്റ് ഉണ്ടാവില്ലല്ലോ, അക്യുമുലേഷനും ഉണ്ടാവില്ലല്ലോ. സ്റ്റഡീസ് സജസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കൺസേണിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഗാർസിനിയ കാമ്പോജിയ ഇൻ വെയിറ്റ് ലോസ്. ഒരുപാട് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. നമുക്കതൊന്നും കണക്ക് വേണ്ട. ഇനി നമുക്ക് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ട്. GMO എന്ന് പറഞ്ഞാൽ
ജനറ്റിക്കലി മോഡിഫൈഡ് ഒറിജിൻ എന്നാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ അല്ലാത്ത ഒറിജിനൽ ആയിട്ടുള്ള വിത്തിട്ട് നമ്മളുടെ ലൂട്ടിൻ സിയാസാന്തിന്റെ കണക്ക് പറയുമ്പോൾ ലൂട്ടിൻ എടുക്കുന്ന അല്ലെ സിയാസാന്തിൻ എടുക്കുന്ന നമ്മുടെ ചെണ്ടമല്ലി പൂവ്, അതും ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട് GMO നോൺ GMO എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിതാണ് നമ്മളിപ്പോ ഹൈബ്രിഡ് വിത്തുകള് GMO ആണ് അതൊക്കെ. ഒറിജിനലിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ലബോറട്ടറിയിൽ ഡെവലപ്പ് ചെയ്ത മോളിക്യൂൾസ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ആ ജനിതക മാറ്റം വരുത്തിയത്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള മലയാളം. ജനിതക മാറ്റം വരുത്താത്ത വിത്തുകള് കൊണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആ പ്രോട്ടീൻ, സോയ പയറിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രോട്ടീൻ. വിശപ്പിനെ കുറയ്ക്കാൻ പ്രോട്ടീൻ സഹായിക്കും. നമ്മളിപ്പോ ആഹാരം കഴിച്ച് കുറച്ചും കൂടെ പോരട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ, നമ്മൾ വിഴുങ്ങി അത്രയും ആഹാരം വയറ്റിനകത്ത് ചെന്നിട്ടും ശരീരം പ്രതീക്ഷിച്ചതുപോലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തക്ക രീതിയിൽ പ്രോട്ടീനും ഫൈബറും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കൂടുതൽ കഴിക്കുന്നത്. രുചി അതിനൊരു കാരണമാകാം, വിശപ്പ് മറ്റൊരു കാരണമാകാം. കഴിച്ചെഴുന്നേറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴിക്കുന്നതും കഴിച്ചതിനകത്തുനിന്ന് ശരീരത്തിന് വേണ്ടുന്നത് കിട്ടാത്തത് കൊണ്ടും ശരീരത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടുമാണ്. ചോറും മീൻകറിയും കൂടെ കഴിച്ചാൽ ഒരുപാട് ചോറ് കഴിക്കും. ചോറും ദാല് കറിയും കൂടെ, പരിപ്പ് കറിയും കൂടെ കഴിച്ചാൽ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് ഒരുപാട് കഴിച്ചെന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച് പറയരുത് കേട്ടോ. ഇപ്പൊ ബോഡി മാസ് കൂട്ടാനായിട്ട് നമുക്ക് സോയ പ്രോട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഫാറ്റ് കുറയും, വേസ്റ്റ് സർക്കംഫറൻസ് ഒക്കെ കുറയും. റെഗുലർ ആയിട്ട് ഡയറ്റ് കൺട്രോൾ, എക്സസൈസ്, കറക്റ്റ് ആയിട്ട് സ്ലീപ്പ്, കറക്റ്റ് ആയിട്ട് സ്ട്രെസ് മാനേജ്മെന്റ്, ഇതെല്ലാം വേണം. സ്ട്രെസ് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം വേസ്റ്റ് ആണ്. അതുപോലെ അസിഡിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെ കൂടെ വേണം. തെർമിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാലറി ബേൺ ചെയ്യുന്ന റേറ്റിന് പറയുന്നതാണ്. അതിനെ കൂട്ടും, അതാണ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞത്. നമുക്ക് ആ സയൻസ് ഒന്നും വേണ്ടാന്നേ. തെർമിക് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ആ തെർമിക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ആഹാരം ദഹിച്ച് അതിനെ ഊർജമാക്കി മാറ്റുന്നതിന്റെ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എന്ത് കഴിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഒരു പ്ലേറ്റിലെ കോമ്പിനേഷൻ എങ്ങനെ പോകണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഫാറ്റ് എത്രയാകണം, കാർബോഹൈഡ്രേറ്റ് എത്രയാവണം, പ്രോട്ടീൻ കണ്ടന്റ് എത്രയുണ്ടാവണം, ഈ കോമ്പിനേഷൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് അഥവാ തെർമിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രോട്ടീൻ നമ്മൾ കഴിക്കാനെടുക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്ലേറ്റ് ഭക്ഷണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 20 to 30% പ്രോട്ടീൻ ആവണം. കാർബോഹൈഡ്രേറ്റ് 5 to 15%, ഫാറ്റ് 5%. പക്ഷെ നമ്മുടെ ഡോക്ടർ ഹരി പറയുന്നത് പോലെ നമ്മൾ മാറ്റി പറയണം. ചോറും കറികളും എന്ന് പറഞ്ഞ് ശീലിച്ച നമ്മൾ കറികളും ചോറും സൈഡ് ഡിഷ് ആയിട്ട് ചോറും കഴിക്കുന്ന രീതി, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരേ പ്ലേറ്റിൽ ചോറും ചപ്പാത്തി, അത് പാടില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ. ബേസൽ മെറ്റബോളിക് റേറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വരുന്ന ആ ഒരു വ്യത്യാസം, മെറ്റബോളിക് റേറ്റിന്റെ വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊന്നും നമ്മളെ അധികമായിട്ട് ബാധിക്കില്ല. നമുക്ക് എന്താണ് ബാധകമായിട്ട് വരുന്നത്? നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ, മസിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, നമുക്ക് എനർജി കിട്ടുന്നുണ്ടോ, അതാണ് നമുക്ക് വേണ്ടുന്നത്. അതിന്റെ പിന്നിലെ സയൻസ് ആണ്. ഈറ്റിംഗ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ഗിവ്സ് യു സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ നമ്മള് ഒരു വലിയ പ്ലേറ്റ് ചോറ് ഉണ്ണുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും ഒരു 5-6 കാഷ്യൂനട്ട് ചവച്ചരച്ച് കഴിച്ച് വായിലിട്ട് 32 പ്രാവശ്യം ചവച്ച് അരച്ച് ഇറക്കിയതിന് ശേഷം 15 മിനിറ്റിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾ ഒരു വലിയ സദ്യ കഴിച്ചതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. ആ കാഷ്യൂനട്ടിനകത്തൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പ്രോട്ടീൻ കിട്ടി, കാർബോഹൈഡ്രേറ്റ് കിട്ടി, ഫാറ്റ് കിട്ടി, വൈറ്റമിൻസ് കിട്ടി, മിനറൽസും കിട്ടിയിട്ടുണ്ടാവും. ബോഡി സാറ്റിസ്ഫൈഡ് ആണ്. വീണ്ടും തിന്നാൻ പറയാറില്ല. വീണ്ടും തിന്ന വായിൽ നാവ് പൊട്ടും, തൊലി പൊട്ടും. ഇതൊക്കെ സയൻസ് തന്നെ. പ്രോട്ടീൻ റിച്ച് ഫുഡ്. പ്രോട്ടീൻ ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, താനിരിക്കാനുള്ളിടത്ത് താനിരുന്നാൽ അവിടെ വേറെ ആരാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ശരീരത്തില് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടും ആ കൊടുക്കുന്നത് മുഴുവൻ കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ടും ആ കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ച് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, അതുകൊണ്ടും കൂടി ശരീരത്തിൽ ഫാറ്റായിട്ട് അതിനെ ഡെപ്പോസിറ്റ് ആക്കുന്നു. അതാണ് നമ്മുടെ വണ്ണം കൂടാൻ, ഒബേസിറ്റി കൂടാൻ റീസൺ. ഡയറ്ററി ഫൈബർ, ആഹാരത്തിൽ നാരുള്ള ആഹാരം കഴിക്കണം എന്ന് പറയും.
നാരുള്ള ആഹാരം എന്താ ചെയ്യുന്നത്? ആ ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത് വിശപ്പിനെ കുറയ്ക്കുകയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. നമുക്കൊരു ആന്തൽ ഉണ്ടാവില്ല, ഒരു കാളൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആഹാരത്തിനോട് ഒരു ക്രേവ് തോന്നുന്ന ആ ഒരു രീതിയെ കുറച്ച് കൊണ്ടുവരാൻ ഡയറ്ററി ഫൈബർ സഹായിക്കും. നോർമലായിട്ട് നമ്മൾ ഇറച്ചിയോ മീനോ കൂട്ടിയാൽ അതിനകത്ത് ഫൈബർ ഇല്ലാത്തത് കൊണ്ട് അതിനകത്തെ പ്രോട്ടീൻ നമുക്ക് എത്ര കണ്ട് കിട്ടുന്നുണ്ട്, എത്ര കണ്ട് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ. ക്ലിനിക്കലി പ്രൂവൺ സ്റ്റഡി ഇൻ വിച്ച് ട്രയൽസ് വാസ് കണ്ടക്ടഡ് ഓൺ 100 ആൾക്കാര്. ഇവര് ന്യൂട്രിചാർജ് എസാൻഡഫിന്റെ ഒരു സ്റ്റഡി 100 ആൾക്കാരിൽ 90 ദിവസം ചെയ്ത സ്റ്റഡിയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ ക്ലിനിക്കലി പ്രൂവൺ എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. 90 പേരിലും ആ 100 ആൾക്കാരിലും അവർക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സഹായിച്ചു. അതിന്റെ ഓവറോൾ റിസൾട്ട് ആയിട്ട് നമ്മുടെ വേസ്റ്റിന്റെ വണ്ണം 1.92 ഇഞ്ച് വരെ കുറയുന്നതാണ്, ഒരു മാസത്തില് കുറയുന്നതാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിൽ 15 ദിവസത്തേക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ MRPയിലാണ് ആൾക്കാർക്ക് കൊടുക്കുന്നതെങ്കിൽ 2802 രൂപയ്ക്ക് കൊടുക്കുന്നത് 15 ദിവസത്തേക്കുള്ള സാഷയാണ്. ഈ ഒരു സാഷയിൽ ഒരു 40 ഗ്രാം പൗഡർ ഉണ്ട്. ആ 40 ഗ്രാം പൗഡറിൽ 2 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്, കോഫി ബീൻ എക്സ്ട്രാക്ട് ഉണ്ട്, പിന്നെന്താ ഉണ്ടായിരുന്നത്, കാഴ്സീനിയ കാമ്പോജിയ ഉണ്ട്, ടൊണാലിൻ ഉണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ 2 ടൈപ്പ് ഫൈബറും ഉണ്ട്. ഈ നല്ല സാറ്റിസ്ഫാക്ഷൻ, വായില് കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ആഹാരത്തിന് മുമ്പോ ആഹാരത്തിന് ശേഷമോ എന്ന് ചോദിക്കരുത്. സാധാരണ ന്യൂട്രിചാർജ് മാനും ന്യൂട്രിചാർജ് വെജമേഗ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുള്ള ചോദ്യം ഒരു പബ്ലിക് ലേമൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു ചോദ്യം ഇവിടെ ആവശ്യമില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഡിന്നർ റീപ്ലേസ്മെന്റ് ആണെന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. ഇത് ഉച്ചയ്ക്ക് കഴിക്കാമോ? ഉച്ചയ്ക്ക് കഴിച്ചാൽ നീണ്ട മണിക്കൂറുകൾ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. ലഞ്ച് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഡിന്നർ കഴിക്കാൻ പാടില്ല. അതാണ് ഇതിന്റെ തിയറി. ഉച്ചയ്ക്ക് കഴിച്ചോട്ടെ രാവിലെ കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കഴിച്ചാൽ ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല, വെറുതെ പൈസ പോവുകയും ചെയ്യും. നഷ്ടം, മാനഹാനിയും പണനഷ്ടവും ഒക്കെ ഉണ്ടാവും അവിടെ. നമ്മൾ കഴിച്ചെന്ന് പേരുമാകും, നമുക്കൊരു ഗുണവും കിട്ടില്ല. നമ്മൾ കഴിക്കുന്നെന്ന് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവും. അവർ നമ്മളെ നോക്കും, നീ കഴിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കും. നമ്മളിൽ ഒരു മാറ്റം വരുത്താൻ, നമ്മുടെ ഫിഗറിൽ ഒരു മാറ്റം വരുത്താൻ, തേജസ്സിലും ഓജസ്സിലും മാറ്റം വരുത്താൻ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എനർജി നിറയ്ക്കാൻ, നമ്മുടെ പേഴ്സണാലിറ്റി കൂട്ടാൻ സ്ലിം ആൻഡ് ഫിറ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. ലിമിറ്റ് എമൗണ്ട് ഓഫ് ഫാറ്റ് അലോങ് വിത്ത് കാലറീസ്. നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ അതിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഗുണം ചെയ്യുള്ളൂ. ഈ സ്ലൈഡ് എല്ലാം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് അരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഇതിനകത്ത് ഗുലാബ് ജാമുൻ ഉണ്ട്, എക്സ്ട്രാ കാലറി ഉണ്ട്, ചോറുണ്ട്, ബാസ്മതി റൈസ് ആണ്, നമ്മുടെ ആട്ടയായിരിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് രണ്ടും ഒരു പാത്രത്തിൽ ഇത് പറ്റില്ല. ഇതുപോലൊരു ഹെവി ഡിന്നറിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മുടെ 40 ഗ്രാം പൗഡർ വളരെ 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 എഫിഷ്യന്റ് ആണ്. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഇത് കൺസ്യൂം ചെയ്യാം. കൊച്ചു പിള്ളേർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വേറെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ ഒരു സാഷെ പൊട്ടിക്കുക. വൈകുന്നേരം 7-നും 8-നും ഇടയ്ക്ക് ഇത് കഴിക്കണം. 8 മണി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കരുത്. ശരിക്കും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ഇത് ഇവര് പറയുന്നത് മുഴുവൻ മിൽക്കിനകത്ത് ഉണ്ടാക്കാനാണ്. ശരിക്കും പാലിനകത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനും ഞാൻ എതിരാണ്. കാരണം പാൽ എല്ലാവർക്കും ദഹിക്കില്ല. പാല് വിഘടിച്ച് ലാക്റ്റിക് ആസിഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ പാലിലെ കാൽഷ്യം കിട്ടും, പാലിലെ പ്രോട്ടീൻ കിട്ടും എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. പക്ഷെ ആ സങ്കല്പം ഇവിടെ ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരില്ല. നമ്മുടെ എല്ലിലും പല്ലിലുമുള്ള കാൽഷ്യം, മസിലിലൊക്കെയുള്ള കാൽഷ്യം മൊബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ആരും അറിയാതെ തന്നെ നമ്മുടെ ശരീരം ചെയ്യുന്ന ഓട്ടോ മെക്കാനിസമാണ്. അത് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് കുറെ നാളിന് ശേഷം നമുക്ക് എല്ലിന്റെ തേയ്മാനം ഉണ്ടാകുന്നത്. എല്ലാം അരഞ്ഞു പോയിട്ടല്ല, എല്ലിന്റെ തേയ്മാനം വരുന്നത് നമ്മൾ ശരിക്കും പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ നമ്മുടെ വയറിനകത്ത് അസിഡിറ്റി ഉള്ള ഒരു ഡയറ്റ് ഹാബിറ്റ് നമ്മൾ ഇട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് പാലിനകത്ത് കലക്കണം എന്ന് പറഞ്ഞത് അങ്ങ് മറന്നേക്കുക. നല്ല വെള്ളത്തില് പൗഡർ ഇടുക. ഒരു 250 മില്ലി വെള്ളത്തില് ഈ പൗഡർ മുഴുവനായിട്ട് ഇടുക. നിങ്ങൾക്ക് വേണേൽ അതിനെ ഒന്ന് തിക്കാക്കി എടുക്കാൻ ഒരു പഴം വേണേൽ ആഡ് ചെയ്യാം. ഒരു സമാധാനത്തിന്, എന്തെങ്കിലും കൂടെ കഴിച്ചെന്നൊരു സമാധാനം വരുത്താൻ ഒരു ആപ്പിൾ വേണേൽ ഇടാം, ഒരു പേരയ്ക്ക വേണേൽ ഇടാം, എന്തെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം. പക്ഷെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇടരുത്.
ഷെയ്ക്ക് ആക്കിയിട്ട് നിങ്ങളത് ടേസ്റ്റി ആയിട്ട് ഡിന്നറിന് പകരമായിട്ട് കോരി കഴിക്കുക. ഇനി ഒബേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അഡണ്ടമായിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു സാധനമുണ്ട്. അത് നമ്മുടെ ന്യൂട്രിചാർജ് ബയോയിജ് ആണ്. ഡിന്നർ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ന്യൂട്രിചാർജ് ബയോയിജ് കഴിക്കണം എന്നോ, ഡിന്നർ ഞാൻ കഴിച്ചില്ലല്ലോ, ഒരു പ്രോട്ടീൻ ഷേക്കല്ലേ കുടിച്ചുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇത് നിങ്ങളുടെ ഡിന്നറാണ്. ഇത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ന്യൂട്രിചാർജ് ബയോയിജും കൂടെ കഴിച്ചാൽ നല്ല രീതിയിൽ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്ത് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ ആ ഒരു ആകർഷകത്വമുള്ള ആ ഒരു യുവത്വം തുളുമ്പുന്ന ശരീരം കാണാൻ നമുക്ക് സാധിക്കും. കോൺഫിഡൻസ് കൂടിയ ഒരാളിനെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഇത് ഉപയോഗിക്കേണ്ടത്, പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് അവരാരും കഴിക്കുന്നില്ല. നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ, 160 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എങ്കിൽ ടാർഗറ്റ് വെയിറ്റ് 60 താഴെ 59 58 ആകാം. 60 മുകളിലോട്ട് പോയാൽ 61 62, ഇതിൽ കൂടുതലാകാൻ പാടില്ല. ഇതില് മാക്സിമം മസിൽ വെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ചെയ്യേണ്ടത് എക്സസൈസിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് കയറി ഇറങ്ങാം. ഇപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ഒരു വലിയൊരു കോമ്പൗണ്ടിൽ വലിയ സ്റ്റേഡിയത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അവനവന്റെ വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടാവും. ഇനി സ്റ്റെയർ കേസ് ഇല്ലാത്ത ഒറ്റനില വീടാണെങ്കിൽ മുറ്റത്തുനിന്ന് അകത്തോട്ട് കയറുന്ന സ്റ്റെപ്പ് ഉണ്ടാവും. ഇനി അതൊന്നുമില്ല, നിൽക്കാൻ ഒരു സ്ഥലമുള്ളതാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് മേല് കീഴ് ചാടിയാലും അത് എക്സസൈസ് ആയിട്ട് മാറും. നോർമലി ചെയ്യാത്ത മൂവ്മെന്റുകളാണ് ചെയ്യേണ്ടത്. മിനിമം ഒരു ദിവസം 6000 സ്റ്റെപ്പ് അല്ലെങ്കിൽ 250 സ്റ്റെയർ കയറുക എന്ന് പറയും. അതുപോലെ 1500 മുതൽ 2000 കാലറി വരെയുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. നമ്മൾ ഇട്ട ശീലങ്ങളെല്ലാം തൂത്തുമാറ്റി പുതിയ ശീലങ്ങൾ ഇട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സ് കൊണ്ട് നടക്കുന്ന ശരീരം നല്ല ഫിറ്റ് ആയിട്ട് നല്ല രീതിയിൽ വരും. ഒരുപാട് ഉപ്പ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉപ്പ് കൺട്രോൾ ചെയ്ത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. നോർമലി നമുക്ക് സോൾട്ട് ആവശ്യമാണ്. സോൾട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയൊക്കെ ഒരു 25 കൊല്ലം അപ്പുറത്തേക്ക് പോകും. പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കുന്നവരുണ്ട്, ഉപ്പില്ലാതെ ആഹാരം കഴിക്കുന്നവരുണ്ട്. നമുക്ക് മിനിമം വേണമെന്ന നോർമൽ രുചിക്ക് വേണമെന്ന സോൾട്ട് ഉപയോഗിക്കാം. പക്ഷേ ആഡഡ് സോൾട്ട് ഉപയോഗിക്കരുത്. ആഡഡ് സോൾട്ട് പപ്പടമാകാം, ഉണക്കമീനാകാം, അച്ചാറാവാം, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ സോൾട്ടി ബിസ്ക്കറ്റ്, സോൾട്ടി മിക്സ്ചറുകൾ, കടികൾ, സ്നാക്സ് ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. വൈറ്റ് റൈസ് എന്ന് പറയുന്നത് ശരിക്കും സൂക്ഷിക്കണം. നമുക്ക് പ്ലാസ്റ്റിക് അരി വരെ വരുന്നുണ്ട്. വൈറ്റ് റൈസിൽ നമുക്ക് എന്താ പറയാ, ചിലപ്പോ വൈറ്റ് റൈസിനെ ആയിരിക്കും റെഡാക്കി തരുന്നത്. അതൊക്കെ തലവര പോലെ ഇരിക്കും കിട്ടുന്നത്. പിന്നെ നല്ല ഒരേപോലെ ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഷുഗറും കിട്ടാനുണ്ട്, അതും സൂക്ഷിക്കുക. ഈ ഷുഗർ പ്ലാസ്റ്റിക് അല്ല, ഇത് നല്ല ഒറിജിനൽ ഷുഗറാണ്. പക്ഷേ നമ്മുടെ കരിമ്പിൽ നിന്ന് എടുക്കുന്ന കരിമ്പിൽ ജ്യൂസിനെ ഈ വൈറ്റ് ഷുഗറാക്കി മാറ്റുന്ന പ്രോസസ്സിനിടയ്ക്ക് ഒരുപാട് മാലിന്യങ്ങൾ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട്. കാണുന്ന വെളുപ്പേ ഉള്ളൂ, അത്രയും ശരിക്കും പറഞ്ഞാൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞതുപോലെ ഒരു വെളുപ്പായത്. ചന്ദ്രന്റെ ഉൾഭാഗം എല്ലാം കുഴികളും ഗർത്തങ്ങളും ഉള്ളത്. അതുപോലെ തന്നെ ഇതിനെ ഒന്ന് ചൂടാക്കിയാൽ അതിന്റെ തനി സ്വരൂപം വെളിയിൽ വരും, അതെല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ മൈദ ഉപയോഗിക്കുന്നത്, മൈദയ്ക്ക് യാതൊരു ന്യൂട്രീഷ്യസ് വാല്യൂവും ഇല്ല. അതൊരു പശയാണ്. ഉള്ളിൽ അധികം ചെന്നാൽ അതിന് ശരീരത്തിന് ദോഷം ചെയ്യാൻ പാകത്തിന് ഇതിനെ ഇങ്ങനെ വെളുപ്പിച്ചിട്ട്, ആക്ച്വലി മൈദയുടെ കളറ് ഒരു ക്രീമി കളറാണ്. അതിനെ വൈറ്റ് ആക്കി എടുക്കാൻ ചേർക്കുന്ന എന്തായിരുന്നു എന്തോ രക്സാൻ ഒരു പേരുണ്ട്, കിട്ടുന്നില്ല പെട്ടെന്ന്. ആ ഒരു കെമിക്കൽ അതിനകത്തുണ്ട്. ആ കെമിക്കൽ കണ്ടിന്യൂസ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. അതുപോലെ ഓയില്, വിസിബിൾ ആയിട്ടുള്ള ഫാറ്റ് 5 ഗ്രാം എന്നാ പറഞ്ഞിരിക്കുന്നത്. കഴിവതും തോരനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് നമ്മൾ എണ്ണ ഇല്ലാതെ തോരൻ ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളെല്ലാം പഠിച്ചെടുത്തോണം. ഓക്കെ, കുട്ടികളില് ജങ്ക് ഫുഡിന്റെ ഹാബിറ്റ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒബേസിറ്റി കുറയ്ക്കാൻ കാരണം. അവരുടെ ഏജിന്, അവരുടെ പൊക്കത്തിനല്ല വണ്ണം വെയിറ്റ് കൂട്ടുന്ന, അവരുടെ ഏജിന് ആനുപാതികമായിട്ടുള്ള ഹൈറ്റും വെയിറ്റും വരാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അവർക്ക് ഇട്ടുകൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ജങ്ക് ഫുഡ് അവരെ കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ശരിക്കും പറഞ്ഞാൽ ജങ്ക് ഫുഡ് അവർ വേണമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ നോർമലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജങ്ക് ഫുഡ് കൊടുക്കാവൂ. ജങ്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നോർമൽ ഫുഡ് ഓഫർ ചെയ്യരുത്. പ്രഗ്നന്റ് വിമൻ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസിനായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത്. ലാക്ടേറ്റിംഗ് മദേഴ്സ് ഇത് എടുക്കണ്ടാത്ത ആൾക്കാരുടെ പേരാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ എടുക്കരുത്. ഗർഭിണികൾ ഇത് കഴിക്കരുത്. അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർ ഇത് കഴിക്കരുത്. ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.